ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 2023 കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മൊത്തം 45 ഉണ്ട്. നമ്മൾ ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 days ആയി. അപ്പൊ ഇത് മുന്നത്തെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതല്ല എങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, PSC ബേസിക്സ് 1 എന്നാണ്. അതിന്റെ ഡീറ്റെയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ മതി. എന്ത് ചെയ്യാൻ പറ്റും, ഇതിനു മുന്നേ നമ്മൾ ചെയ്ത വീഡിയോസ് കാണാവുന്നതാണ്. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ക്ലാസ്. ഒന്നാമത്തെ ചോദ്യം, പഠന ശുചിത്വം പ്രോത്സാഹിപ്പിക്കാനായി ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറെ പുഞ്ചിരി അംബാസിഡറായി നിയമിച്ച സംസ്ഥാനം ഏതാണ്? പഠന ശുചിത്വം പ്രോത്സാഹിപ്പിക്കാനായിട്ട് ക്രിക്കറ്റ് ഇതിഹാസമായ സച്ചിൻ ടെണ്ടുൽക്കറെ പുഞ്ചിരി അംബാസിഡറായി നിയമിച്ചത് മഹാരാഷ്ട്രയാണ്. ഏതാണ്? മഹാരാഷ്ട്ര. 2023 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്താണ്? അപ്പോൾ 2023 അല്ലെങ്കിൽ എല്ലാ വർഷവും പുകയില വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? മെയ് 31. 2023 ലോക പുകയില വിരുദ്ധ ദിനം ആചരിച്ചു മെയ് 31. ഇതിന്റെ പ്രമേയം എന്താണ്? നമുക്കാവശ്യം ഭക്ഷണമാണ്, പുകയിലയല്ല എന്നുള്ളതാണ്. 2023 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയമാണ് നമുക്ക് ആവശ്യം ഭക്ഷണമാണ്, പുകയില അല്ല എന്നത്. ഇന്ത്യയിൽ ആദ്യമായി വീട്ടുജോലിക്കാർക്കും ഹോം നഴ്സുമാർക്കും തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള കരട് നിയമം തയ്യാറാക്കിയ സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് വീട്ടുജോലിക്കാർക്കും ഹോം നഴ്സുമാർക്കും തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള കരട് നിയമം തയ്യാറാക്കിയത് കേരളമാണ്. ഓക്കെ, കേരളമാണ് ഈ ഒരു നിയമം നടപ്പിലാക്കിയത്. അടുത്ത ചോദ്യം, പുതുതായി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ആരാണ്? പുതുതായി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ബിമൽ പട്ടേലാണ്. ആരാണ് രൂപകൽപ്പന ചെയ്തത്? ബിമൽ പട്ടേലാണ്. സിസ്റ്റർ നിവേദിതയുടെ, നിങ്ങൾക്കറിയാം സിസ്റ്റർ നിവേദിതയുടെ വെങ്കല പ്രതിമ ജൂലൈ 1 ഏത് രാജ്യത്താണ് അനാവരണം ചെയ്തത്? സിസ്റ്റർ നിവേദിതയുടെ വെങ്കല പ്രതിമ 2023 ജൂലൈ 1 ഏതോ ഒരു രാജ്യത്ത് അനാവരണം ചെയ്തു. എവിടെയാണ്? ബ്രിട്ടനിലാണ്. മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ കിരീടം നേടിയ മലയാളി താരം ആരാണ്? HS പ്രണോയ് ആണ്. HS പ്രണോയ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ബാഡ്മിന്റൺ ആണ്. മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ കിരീടം നേടിയ മലയാളി താരം ആരാണ്? HS പ്രണോയ് ആണ്. അടുത്ത ചോദ്യം, പുതുതായി പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത്? പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 75 രൂപ നാണയം. എത്രയാണ്? 75 രൂപ നാണയമാണ് പുറത്തിറക്കിയത്. 2023 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നേടിയ ബൾഗേറിയൻ സാഹിത്യകാരൻ ആരാണ്? ജോർജ് ഗോസ്പോഡിനോവ് ആണ്. ആരാണ്? ജോർജി ഗോസ്പോഡിനോവ് ആണ് 2023 ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയ ബൾഗേറിയൻ സാഹിത്യകാരൻ. അദ്ദേഹത്തിന്റെ ടൈം ഷെൽട്ടർ എന്ന നോവലിനാണ് 2023 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ലഭിച്ചത്. പരീക്ഷയ്ക്ക് ചോദിക്കും, 2023 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നേടിയത് ആരാണ്? ജോർജി ഗോസ്പോഡിനോവ് ആണ്. ആരാണ്? ജോർജി ഗോസ്പോഡിനോവ്. ഏത് നോവലിനാണ്? ടൈം ഷെൽട്ടർ എന്ന നോവലിനാണ്. അദ്ദേഹം ബൾഗേറിയൻ സാഹിത്യകാരനാണ്. ഓക്കെ അല്ലേ? ലിറ്റിൽ ഇന്ത്യ എന്ന് പുനർനാമകരണം ഓസ്ട്രേലിയയിലെ പാർക്ക് ഏത്? ലിറ്റിൽ ഇന്ത്യ എന്ന് പുനർനാമകരണം ചെയ്ത ഓസ്ട്രേലിയയിലെ പാർക്കാണ് ഹാരിസ് പാർക്ക്. ഏതാണ്? ഹാരിസ് പാർക്കാണ് ലിറ്റിൽ ഇന്ത്യ എന്ന് പുനർനാമകരണം ചെയ്ത ഓസ്ട്രേലിയയിലെ പാർക്ക്. അടുത്ത ചോദ്യം, പ്രഥമ ജ്ഞാനപ്പാന, ആദ്യത്തെ ജ്ഞാനപ്പാന പുരസ്കാരം നേടിയ ആറാം ഇന്ദ്രിയം എന്ന കഥാസമാഹാരത്തിന്റെ രചയിതാവ് ആരാണ്? M സുധാകരനാണ്. അപ്പോൾ 2023 ജ്ഞാനപ്പാന പുരസ്കാരം ആദ്യമായി കൊടുത്തത്. പ്രഥമ ജ്ഞാനപ്പാന പുരസ്കാരം നേടിയ ആറാം ഇന്ദ്രിയം എന്ന കഥാസമാഹാരത്തിന്റെ രചയിതാവ് ആരാണ്? M
സുധാകരനാണ്. ആരാണ്? എം സുധാകരനാണ്. ഇന്ത്യയിൽ ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ്. കേരളത്തിലാണ് ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. 2023 ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം മെയ് 22 എല്ലാ വർഷവും ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. 2023 ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഉടമ്പടികളിൽ നിന്ന് പ്രവർത്തനങ്ങളിലേക്ക് ജൈവ വൈവിധ്യം പുനഃസ്ഥാപിക്കുക. ജൈവ വൈവിധ്യം എന്ന് വെച്ചാൽ എന്താണ്? ബയോഡൈവേഴ്സിറ്റി. അപ്പൊ ഉടമ്പടികളിൽ നിന്ന് പ്രവർത്തനങ്ങളിലേക്ക് ജൈവ വൈവിധ്യം പുനഃസ്ഥാപിക്കുക എന്നതാണ് 2023 ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം. കേരളത്തിലെ ജനകീയാസൂത്രണത്തെ കുറിച്ച് പറയുന്ന അമേരിക്കൻ നോവൽ ഏതാണ്? കേരളത്തിന്റെ ജനകീയാസൂത്രണത്തെ കുറിച്ച് പറയുന്ന അമേരിക്കൻ നോവലാണ് സയൻസ് ഫിക്ഷൻ ദ മിനിസ്ട്രി ഫോർ ദ ഫ്യൂച്ചർ. എന്താണ്? സയൻസ് ഫിക്ഷൻ ദ മിനിസ്ട്രി ഫോർ ദ ഫ്യൂച്ചർ. ഇത് രചിച്ചിരിക്കുന്നത് സ്റ്റാൻലി റോബിൻസൺ ആണ്. ആരാണ്? സ്റ്റാൻലി റോബിൻസൺ ആണ് സയൻസ് ഫിക്ഷൻ ദ മിനിസ്ട്രി ഫോർ ദ ഫ്യൂച്ചർ രചിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ ഒരു പുസ്തകമാണ് കേരളത്തിലെ ജനകീയാസൂത്രണത്തെ കുറിച്ച് പറയുന്നത്. ഇതൊരു അമേരിക്കൻ നോവലാണ്. അടുത്ത ചോദ്യം, കർണാടകയുടെ നിയമസഭാ സ്പീക്കറാകുന്ന മലയാളി ആരാണ്? കർണാടകയുടെ നിയമസഭാ സ്പീക്കറായ മലയാളിയാണ് UT ഖാദർ. ആരാണ്? UT ഖാദർ. അറബ് രാജ്യത്ത് നിന്നുള്ള ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരിയാകാൻ തയ്യാറെടുക്കുന്നത് ആരാണ്? അറബ് രാജ്യത്ത് നിന്നുള്ള ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരിയാകാൻ തയ്യാറെടുക്കുന്നത് റയ്യാനത്ത് ബർണാവിയാണ്. ആരാണ്? റയ്യാനത്ത് ബർണാവി. റയ്യാനത്ത് ബർണാവിയാണ്. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഇത്രയും ഡീപ്പായിട്ട് പഠിക്കണമെന്ന് ചോദിച്ചാൽ അത്യാവശ്യം വേണ്ടതാണ്. നമ്മുടെ വീഡിയോസിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഓരോ മാർക്കും യൂണിവേഴ്സിറ്റി LGSനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. SCRTയും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ SCRT നിങ്ങൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചു, ഇനി പഠിച്ചാൽ ശരിയാവോ, ഇനി പഠിച്ചാൽ സമയം കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു 34-35 ദിവസം കൊണ്ട് നമ്മുടെ SCRT പാഠഭാഗങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഒരു വ്യക്തമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ട്. കണ്ടോ, ഡേ 1, ഡേ 3, ഡേ 2, ഡേ 3 ഓരോ ഡേയിലും പഠിക്കാനുള്ള പോർഷൻസ് ഉണ്ട്. ഈ പഠിക്കാനുള്ള പോർഷൻസിന്റെ വീഡിയോസ്, PDF നോട്ട്, ഈ ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള, അപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യ പൊതുയുഗത്തിലേക്ക് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിന്റെ വീഡിയോ ക്ലാസ് തരും, PDF നോട്ട് തരും, മോക്ക് ടെസ്റ്റുകളും തരും. അതായത് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള മോക്ക് ടെസ്റ്റും തരും. അപ്പൊ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കുള്ള ദിവസം എന്ന് പറയുന്നത് മൊത്തം 34 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. LGS SCRT ഫിനിഷിംഗ് മന്ത്ര എന്ന് പറയുന്നത്. അപ്പൊ യൂണിവേഴ്സിറ്റി LGSന് അതുപോലെ LGS 2024 തയ്യാറെടുക്കുന്നവർക്ക് നല്ലൊരു കോഴ്സാണിത്. താല്പര്യമുള്ളവർക്ക് PSC ബേസിക്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് എടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് തിരിച്ചു പോകാം. അടുത്ത ചോദ്യം, നഷ്ടപ്പെട്ടു പോകുന്ന മൊബൈൽ ഫോൺ ഉപയോക്താക്കൾക്കു തന്നെ കണ്ടെത്തുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പോർട്ടലാണ് സഞ്ചാർ സാരഥി എന്നത്. സഞ്ചാർ സാഥി എന്നത്. നഷ്ടപ്പെട്ടു പോകുന്ന മൊബൈൽ ഫോണ് ഉപയോക്താക്കൾക്കു തന്നെ കണ്ടെത്തുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പോർട്ടലിന്റെ പേരാണ് സഞ്ചാർ സാഥി. ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള ചലച്ചിത്രമാണ് 2018. നിങ്ങൾക്കറിയാം, പ്രളയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണിത്. ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള ചലച്ചിത്രമാണ് 2018. കുമാരനാശാന്റെ കരുണ എന്ന കൃതിയെ ആസ്പദമാക്കി ചിത്രീകരണം ആരംഭിച്ച ചിത്രം ഏതാണ്? കുമാരനാശാന്റെ കൃതിയാണ് കരുണ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചിത്രീകരണം ആരംഭിച്ച ചിത്രമാണ് വാസവദത്ത. ഏതാണ്? വാസവദത്ത. മറാത്ത ഭരണാധികാരിയായിരുന്ന ഛത്രപതി ശിവജിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത വിദേശ രാജ്യം ഏതാണ്? മറാത്ത ഭരണാധികാരിയായിരുന്ന ഛത്രപതി ശിവജിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് മൗറീഷ്യസിലാണ്. എവിടെയാണ്? മൗറീഷ്യസില്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI
പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല നിലവിൽ വന്ന സംസ്ഥാനം ഏത്? മഹാരാഷ്ട്രയിലാണ് നിലവിൽ വന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല നിലവിൽ വന്നത് മഹാരാഷ്ട്രയിലാണ്. COVID-19 തുടർന്ന് പ്രഖ്യാപിച്ച ആഗോള അടിയന്തരാവസ്ഥ ലോകാരോഗ്യ സംഘടന പിൻവലിച്ചു. അതെന്നാണ്? എന്താണ്? COVID-19 തുടർന്ന് ആഗോള അടിയന്തരാവസ്ഥ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു 2020 ജനുവരി 30. ദെൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു അടിയന്തരാവസ്ഥ പിൻവലിച്ചത് 2023 മെയ് 5-നാണ്. 2023 മെയ് 5-നാണ്. 2023 ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ മാതൃശിശു മരണങ്ങൾ നടക്കുന്ന രാജ്യം ഏതാണ്? 2023 ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ മാതൃശിശു മരണങ്ങൾ നടക്കുന്ന രാജ്യം ഇന്ത്യയാണ്. സംസ്ഥാനത്തെ സ്കൂളുകളും പരിസരവും വൃത്തിയാക്കുന്നതിനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതി ഏതാണ്? സംസ്ഥാനത്തെ സ്കൂളുകളും പരിസരവും വൃത്തിയാക്കുന്നതിനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് ഗ്രീൻ ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ്. ഏതാണ്? ഗ്രീൻ ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ്. 2023 നടക്കുന്ന 42ാമത് ആസിയാൻ ഉച്ചകോടിയുടെ വേദി ഏതാണ്? ഇന്തോനേഷ്യയാണ്. 2023 നടക്കുന്നത് എത്രാമത്തെ ഉച്ചകോടിയാണ് ആസിയാന്റെ? 42ാമത് ആസിയാൻ ഉച്ചകോടിയാണ്. ഇതിന് വേദിയാകുന്നത് ഇന്തോനേഷ്യയാണ്. പെൻ അമേരിക്കയുടെ ധീരതാ പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജനായ ഇംഗ്ലീഷ് നോവലിസ്റ്റ് ആരാണ്? സൽമാൻ റുഷ്ദിയാണ്. ഇന്ത്യൻ വംശജനാണ് അദ്ദേഹം. പെൻ അമേരിക്കയുടെ ധീരതാ പുരസ്കാരം നേടിയ ഇംഗ്ലീഷ് നോവലിസ്റ്റ് ആണ് സൽമാൻ റുഷ്ദി. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും വിദ്യാർത്ഥികളെ ലഹരി ഉപയോഗിക്കുന്നതിൽ നിന്ന് തടയാനും ലക്ഷ്യമിട്ട് കേരള എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി. എന്താണ്? ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും വിദ്യാർത്ഥികളെ ലഹരി ഉപയോഗിക്കുന്നതിൽ നിന്ന് തടയാനും ലക്ഷ്യമിട്ട് കേരള എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി. ഇന്ത്യയിലെ ആദ്യ ഗ്രാഫീൻ സെന്റർ സ്ഥാപിതമായ സംസ്ഥാനം ഏതാണ്? ഗ്രാഫീൻ സെന്റർ സ്ഥാപിതമായ ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായുള്ള ക്ഷേമനിധി നിലവിൽ വന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായുള്ള ക്ഷേമനിധി നിലവിൽ വന്ന സംസ്ഥാനവും കേരളമാണ്. G7 ഉച്ചകോടി 2023 വേദി ഏതാണ്? ഹിരോഷിമയാണ്. ജപ്പാനിലെ ഹിരോഷിമയാണ് G7 ഉച്ചകോടി 2023 വേദിയാകുന്നത്. സ്ത്രീകൾക്ക് മാത്രമായിട്ട് പ്രത്യേക പിങ്ക് പാർക്കുകൾ നിലവിൽ വരുന്ന നഗരം ഏതാണ്? സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേക പിങ്ക് പാർക്കുകൾ നിലവിൽ വരുന്ന നഗരം ഏതാണ്? ഡൽഹിയാണ്. ഡൽഹി. 2023 ദയാവധം നിയമവിധേയമാക്കിയ രാജ്യം ഏതാണ്? 2023 ദയാവധം നിയമവിധേയമാക്കിയ രാജ്യം പോർച്ചുഗീസാണ്. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കാൻ വേണ്ടി മലയാള മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അനന്യ മലയാളം. അനന്യം എന്ന് പറയുമ്പോൾ എന്താണ്? അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കാൻ വേണ്ടിയിട്ട് മലയാള മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അനന്യ മലയാളം. ഈ മലയാള മിഷൻ നടപ്പിലാക്കുന്ന അനന്യ മലയാളം പദ്ധതിയുടെ ഭാഗമായി പ്രസിദ്ധീകരിച്ച പാഠപുസ്തകമാണ് കണിക്കൊന്ന. ഏതാണ്? കണിക്കൊന്ന. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി ആരാണ്? കാമി റിത ഷെർപ്പയാണ്. ആരാണ്? ഏറ്റവും കൂടുതൽ തവണ 27 തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയാണ് കാമി റിത ഷെർപ്പ. ആരാണ്? കാമി റിത ഷെർപ്പ. അടുത്തത് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ഏർപ്പെടുത്തിയ GV രാജ പുരസ്കാരം 2021-22 നേടിയവർ ആരൊക്കെ? അപർണ ബാലൻ ബാഡ്മിന്റൺ താരമാണ്. M ശ്രീശങ്കർ അത്ലറ്റ് ആണ്. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ഏർപ്പെടുത്തിയ GV രാജ പുരസ്കാരം 2021-22 ലഭിച്ചത് അപർണ ബാലൻ ബാഡ്മിന്റൺ ആണ്. M ശ്രീശങ്കർ അത്ലറ്റ് ആണ്. മ്യാൻമാർ ബംഗ്ലാദേശ് തീരങ്ങളിൽ വ്യാപക നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേരാണ് മോഖ. മോഖ എന്ന ചുഴലിക്കാറ്റിന്റെ പേര് നിർദ്ദേശിച്ചത് യമനാണ്.
മ്യാൻമാർ ബംഗ്ലാദേശ് തീരങ്ങളില് വ്യാപക നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേരാണ് മോഖ. മോഖ എന്ന ചുഴലിക്കാറ്റിന് പേരിട്ടത് യമനാണ്. യമനിലെ ഒരു തുറമുഖ നഗരമാണ് മോഖ. ഈ മോഖ ചുഴലിക്കാറ്റിൽ നാശം വിതച്ച മ്യാൻമാറിൽ ഇന്ത്യ ഒരു രക്ഷാദൗത്യം നടത്തി. ഈ രക്ഷാദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ കരുണ. മോഖ ചുഴലിക്കാറ്റിൽ നാശം വിതച്ച മ്യാൻമാറിൽ ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ കരുണ. ഔദ്യോഗിക ഭാഷകൾ പഠിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? ഒഫീഷ്യൽ ലാംഗ്വേജസ് പഠിക്കുവാനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഭാഷാ സംഗം. ഏതാണ്? ഭാഷാ സംഗം. ദെൻ പൊതുവിതരണ വകുപ്പിന്റെ നേതൃത്വത്തില് ഗ്രാമീണ മേഖലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട 1000 റേഷൻ കടകളെ കെ സ്റ്റോറായി ഉയർത്താൻ തീരുമാനിച്ച, കെ സ്റ്റോർ ഫോർ കേരള സ്റ്റോറായി ഉയർത്താൻ തീരുമാനിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഏതാണ്? കേരളം. 2022 മികച്ച കായിക താരങ്ങൾക്കുള്ള ലോറസ് പുരസ്കാരം നേടിയത് ആരൊക്കെയാണ്? മികച്ച പുരുഷ താരമായിട്ട് എടുത്തത് ലയണൽ മെസ്സിയെയും മികച്ച വനിതാ താരമായിട്ട് എടുത്തത് ജമൈക്കൻ താരമായ ഷെല്ലി ആൻഡ് ഫ്രേസർ പ്രൈസറിനെയാണ്. 2022 മികച്ച കായിക താരങ്ങൾക്കുള്ള ലോറസ് പുരസ്കാരം കിട്ടിയത് മികച്ച പുരുഷ താരമായിട്ട് ലയണൽ മെസ്സിയെയും മികച്ച വനിതാ താരമായിട്ട് ഷെല്ലി ആൻഡ് ഫ്രേസർ പ്രൈസിനെയാണ് കിട്ടിയത്. ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരം, ജാവലിൻ ത്രോയ്ക്ക് അഭിമാനം നേടുത്തുന്ന ഇന്ത്യൻ താരം ആരാണ്? നീരജ് ചോപ്രയാണ്. നീരജ് ചോപ്ര. 2ാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞ് ജനിച്ചാൽ അമ്മയ്ക്ക് 6000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണ് പ്രധാൻ മന്ത്രി മാതൃവന്ദന യോജന. 1ാമത്തെ അല്ല, 2ാമത്തെ പ്രസവത്തില് പെൺകുഞ്ഞ് ജനിച്ചാൽ അമ്മയ്ക്ക് 6000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണ് പ്രധാൻ മന്ത്രി മാതൃവന്ദന യോജന. ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രം എന്ന ബഹുമതി നേടിയത്? ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം എന്ന ബഹുമതി നേടിയത് ചണ്ഡീഗഡ് ആണ്. ഏതാണ്? ചണ്ഡീഗഡ് ആണ്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പില് കിരീടം നേടിയത് ആരാണ്? ഡിങ് ലെറിൻ ആണ്. ആരാണ്? ഡിങ് ലിറിൻ ആണ്. ചൈനക്കാരനാണ്. ലോക ചെസ് കിരീടം നേടുന്ന ആദ്യത്തെ ചൈനക്കാരനാണ് ഡിങ് ലിറിൻ. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ആരാണ്? ചൈനക്കാരനായ ഡിങ് ലെറിൻ ആണ്. അപ്പൊ അടുത്ത കറണ്ട് അഫയേഴ്സ്, ഇനിയും യൂണിവേഴ്സിറ്റി എൽജിഎസിനെ കാത്ത് ഒരുപാട് കറണ്ട് അഫയേഴ്സസ് ഉണ്ട്. SCRT സമഗ്രമായിട്ട് നിങ്ങൾ പഠിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, കോഴ്സ് എടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങൾ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.